കത്തോലിക്ക സഭയിൽ മറിയത്തെ പറ്റിയുള്ള മറ്റൊരു കാഴ്ചപ്പാടാണ് മറിയം നന്മ നിറഞ്ഞവളാണ് എന്നുള്ളത്. എന്നാൽ നന്മ നിറഞ്ഞവനും നല്ലവനും ദൈവം മാത്രമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. ദൈവം ഒരുവനല്ലാതെ നല്ലവനായി മറ്റാരുമില്ല എന്ന് യേശു പറഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണത്. ദൈവമല്ലാത്ത വേറൊരാളെ നാം ദൈവത്തിന് മാത്രമുള്ള വിശേഷണം കൊടുത്ത് പുകഴ്ത്തുന്നത് ദൈവദൂഷണമാണ്. അത് ദൈവത്തെ കളിയാക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. മറിയം നന്മ നിറഞ്ഞവളല്ല, മറിച്ച് കൃപ ലഭിച്ചവളാണ്. സൽപ്രവർത്തികളിലൂടെയുള്ള അർഹതയല്ല, മറിച്ച് അർഹതയില്ലായ്മയാണ് കൃപ ലഭിക്കാനുള്ള യോഗ്യത. ഒരു ഗർഭിണിയെ, അതായത് ആ സാഹചര്യത്തിൽ മറിയത്തെ സംബന്ധിച്ച് എലിസബത്തിനെ സഹായിച്ചതുകൊണ്ട് ഒരാളെ നന്മ നിറഞ്ഞവൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല. യഥാർത്ഥ മറിയം ദൈവകൃപ ലഭിച്ച് ഭാഗ്യവതിയായവളാണ്. ഗബ്രിയേൽ ദേവദൂതൻ മറിയത്തെപ്പറ്റി കൃപ നിറഞ്ഞവൾ, ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവൾ എന്നിങ്ങനെ പറയുന്നു ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. എന്നാൽ ദൈവത്തിൻ്റെ കൃപ മറിയത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ കൃപ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എലിസബത്ത് മറിയത്തെപ്പറ്റി പറഞ്ഞത് മറിയം സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്നാണ്, അല്ലാതെ മറിയം മറ്റ് സ്ത്രീകളെക്കാൾ എല്ലാം അനുഗ്രഹീതയാണ് എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മറിയത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കാരണം മറിയത്തിൻ്റെ വിശ്വാസവും അനുസരണവുമാണ്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ് എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ, ദൈവവചനത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ, ഇത്തരം അനാവശ്യമായ വിശ്വാസ സത്യങ്ങളെ ഉണ്ടാക്കി ഒരു വ്യക്തിയെ ഒരു ദൈവികമായ പദവിയിലേക്ക്, ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന രീതിയിൽ, ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും വണങ്ങുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഉയർത്തുന്നത് വാസ്തവത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും ചേരാത്തതാണ്. പാരമ്പര്യവാദികളെന്ന് പറയുന്നവർ അവർ തന്നെ അവർക്കിഷ്ടമുള്ളതൊക്കെ പാരമ്പര്യങ്ങളാക്കിയെടുത്തിട്ട് ദൈവവചനത്തെ അവരുടെ പാരമ്പര്യങ്ങളിലൂടെ ലംഘിക്കുന്ന ദൈവവിരുദ്ധമായ ഒരു പരിപാടിയാണ് വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇത്തരം ദൈവശാസ്ത്ര സംവിധാനങ്ങളിലൂടെ ജനങ്ങളെ ഇവർ നിസ്സഹായരായ പാപികളായി മുദ്രയടിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ട് തങ്ങൾ ജീവിതകാലം മുഴുവൻ മറിയത്തിൻ്റെ സഹായമില്ലെങ്കിൽ നിസ്സഹായരായ പാപികളാണ് എന്ന് സ്വയം അംഗീകരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ നുണ അനുദിന പ്രാർത്ഥനകളിലൂടെ ജനങ്ങളെ കൊണ്ട് അനേക തവണ ഏറ്റുപറയിപ്പിക്കുന്നു. ഇത് ദൈവഹിതത്തിന് വിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. രക്ഷകനായ ദൈവത്തെ അവഹേളിക്കുകയാണ്. ജനങ്ങളെ കൊണ്ട് തങ്ങൾ മരണം വരെ പാപികളാണ് എന്ന് ഏറ്റുപറയിപ്പിക്കുക മാത്രമല്ല, വിശുദ്ധ പദവി പുരോഹിതവർഗത്തിലെ ചിലർക്കായി മാത്രം നീക്കിവെച്ച് മറ്റുള്ളവരെയെല്ലാം തരം താഴ്ത്തി കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വചനവിരുദ്ധമാണ്. വിശ്വാസികളെപ്പറ്റി പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്. അപ്പോൾ ഇതെല്ലാം നിഷേധിച്ചിട്ടാണ്, യേശുക്രിസ്തുവിലുള്ള പാപമോചനത്തെപ്പറ്റി അവരിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയെല്ലാം വിശുദ്ധരാക്കി രക്ഷിക്കാനായി കാൽവരിയിൽ രക്തം ചിന്തി മരിച്ച ദൈവപുത്രനെ ആക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ മനുഷ്യർ നിസ്സഹായരല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, യേശുവിൻ്റെ സഹായത്താൽ രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ളവരാണ്, രക്ഷ പ്രാപിക്കുവാൻ സാധ്യതയുള്ളവരാണ്, നിസ്സഹായരല്ല. അപ്പോൾ അതുകൊണ്ട് മറിയത്തിൻ്റെ മധ്യസ്ഥമില്ല എങ്കിൽ മനുഷ്യരെല്ലാം നിസ്സഹായരാണ് എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന, ദൈവിക പദ്ധതിയെ തുച്ഛീകരിച്ച് കളയുന്ന ഒരു നിലപാടാണ്.
അപ്പോൾ ഇത്തരം അധികാരികൾ ജനങ്ങളെ മറിയത്തിൻ്റെ മാതൃകയെ അനുകരിച്ചു ജീവിക്കാൻ അനുവദിക്കുകയോ അതിനായി പരിശീലിപ്പിക്കുകയോ ചെയ്യാതെ ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായി മറിയത്തെ ആരാധനയ്ക്ക് യോഗ്യയായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. മറിയത്തെ ആരാധിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി കൊടുക്കുന്നു. അതിനുള്ള ഉപദേശങ്ങളും ദൈവശാസ്ത്രങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുന്നു. മറിയത്തിൻ്റെ രൂപങ്ങൾ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ആരെങ്കിലും ഇതിനെയൊക്കെ ചോദ്യം ചെയ്താൽ തങ്ങൾ മറിയത്തെ വണങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന ന്യായീകരണവും ഉടൻ തന്നെ ലഭിക്കും. ഇതെല്ലാം വാസ്തവത്തിൽ ആത്മാർത്ഥതയില്ലാത്ത, ദൈവസന്നദ്ധിയിൽ നിഷ്കളങ്കമല്ലാത്ത, ശുദ്ധിയില്ലാത്ത ചിന്തകളും ആലോചനകളും ഉപദേശങ്ങളും മാത്രമാണ് എന്ന് ദൈവവചനം പഠിച്ച് മനസ്സിലാക്കുവാൻ ഓരോ വ്യക്തികളെയും സ്വാഗതം ചെയ്യുകയാണ്. റോമൻ കത്തോലിക്ക മതവും മറ്റ് പല സമുദായ സഭകളും മറിയത്തെ പാപമില്ലാത്തവളായി ചിത്രീകരിക്കുന്നുണ്ട്. മറിയം പാപമില്ലാതെ ഉത്ഭവിച്ചുവെന്നും ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെന്നും മറിയത്തോടുള്ള ഭക്തി ആരാധനയുടെ ഭാഗമാണെന്നും റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാറ്റക്കിസം 493, 508, 722, 491, 971 എന്നീ പാരഗ്രാഫുകളിൽ ഇതേപ്പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് വായിക്കുവാൻ കഴിയും. അപ്പോൾ മറിയം അമലോത്ഭവയാണ് എന്ന ദൈവവചന വിരുദ്ധമായ ഈ ചിന്താഗതിയുടെ ആരംഭം 1854 അതായത് മറിയത്തിൻ്റെയൊക്കെ ജീവിതകാലത്തിന് ശേഷം 1800 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സഭാപ്രസ്ഥാനം ഇത്തരം ഒരു വിശ്വാസ പ്രഖ്യാപനവുമായിട്ട് വരുന്നത്. ഈ തത്വമനുസരിച്ച് മറിയം പാപമില്ലാതെ ജനിക്കുകയും പാപമില്ലാതെ ജീവിക്കുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ അഭിപ്രായത്തിൽ കന്യകാമറിയവും ആദത്തിൻ്റെ സന്താനമാണ്. അതിനാൽ അവളും മറ്റെല്ലാ മനുഷ്യരെയും പോലെ പ്രസാദപരമില്ലാതെ ജനിക്കണമായിരുന്നു. എന്നാൽ ലോകരക്ഷകൻ്റെ അമ്മയാകാനിരുന്ന മറിയത്തിന് പാപത്തിൻ്റെ മാലിന്യമേശാതെ ജനിക്കുവാനുള്ള പ്രത്യേക പ്രസാദവരം ദൈവം പ്രദാനം ചെയ്തു എന്നാണ് KCBCയുടെ 9ാം ക്ലാസ്സിൻ്റെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം ദൈവവചനത്തിൽ, ബൈബിളിൽ അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങൾ മാത്രമാണ്, തെറ്റായ ഊഹങ്ങൾ. മറിയത്തിൻ്റെ അമലോത്ഭവ സത്യപ്രഖ്യാപനം ഇപ്രകാരമാണ്: പരിശുദ്ധവും അവിഭക്തവുമായ ത്രിത്വത്തിൻ്റെ ബഹുമാനത്തിനും കന്യകാ ദൈവമാതാവിൻ്റെ മഹത്വത്തിനും മനോഹാരിതയ്ക്കും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പുകഴ്ചയ്ക്കും ക്രൈസ്തവ മതത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെയും വിശുദ്ധ അപ്പസ്തോലന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നമ്മുടെയും അധികാരം ഉപയോഗിച്ച് നാം പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മാനവകുലരക്ഷകനായ മിശിഹായുടെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താലും പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിക്കപ്പെട്ട നിമിഷം മുതൽ ഉത്ഭവപാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും പൂർണ്ണമായും വിമുക്തനായിരുന്നു എന്ന സത്യം ദൈവനിവേശിതവും ആകയാൽ സകലരും സദാസമയം ദൃഢമായി വിശ്വസിക്കേണ്ടതുമാണ് എന്നുള്ളതാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രഖ്യാപനം. ഇത് തിരുസഭാ ചരിത്രം സേവ്യർ കൂടപ്പുഴയുടെ ആ പ്രസിദ്ധീകരണത്തിൽ 2008 പ്രസിദ്ധീകരണമാണ്. 960 പേജിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു ഉപദേശമാണ് ഇത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിൻ്റെ ആവശ്യമില്ല. കാരണം സകല മനുഷ്യരും പാപത്തോടെ ജനിച്ചുവെങ്കിൽ, മറിയത്തിന് പാപമുണ്ടായിരുന്നുവെങ്കിൽ മറിയത്തിലൂടെ പാപമില്ലാത്തവനായി യേശുവിന് ജനിക്കാൻ പറ്റുകയില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മറിയം അമലോത്ഭവയാണ് എന്ന പ്രബോധനത്തിൻ്റെ സൂചനകളും അനന്തരഫലങ്ങളും വളരെ അപകടകരമാണ്. യേശുവിന് പാപമില്ലാതെ ജനിക്കുവാൻ ജന്മപാപമില്ലാത്ത മാതാവ് ആവശ്യമായിരുന്നു എന്ന് അവർ വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജന്മപാപമില്ലാത്ത മാതാവിന് ജനിക്കാൻ ജന്മപാപമില്ലാത്ത മറ്റൊരു മാതാവും ആവശ്യമായി വരും.
അങ്ങനെ മറിയത്തിൻ്റെ മാതാപിതാക്കൾ എല്ലാവരും ജന്മപാപമില്ലാത്തവരായിരുന്നു എന്ന് അവർ തെറ്റായി പഠിപ്പിക്കേണ്ടതായി വരുന്നു. അങ്ങനെ ആദം പാപം ചെയ്തിട്ടില്ല എന്നും സാത്താൻ ഹവ്വായോട് പറഞ്ഞത് ശരിയായിരുന്നുവെന്നും ദൈവപുത്രൻ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി മരിക്കേണ്ടതിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നും ഒക്കെയുള്ള തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും ന്യായീകരിക്കുവാനുമുള്ള തന്ത്രപരമായ ശ്രമമൊക്കെയാണ് ഇതിലൂടെ നടക്കുന്നത്. കാരണം ഇത്തരം ഉപദേശങ്ങൾ പഠിക്കുന്നവർ, മനസ്സിലാക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ ഉപയോഗിച്ച് ദൈവവചനത്തിൽ നിന്നും മാറിപ്പോകുവാനുള്ള ലൂപ്പ് ഹോൾസ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറിയം അമലോത്ഭവയാണ് എന്ന പ്രബോധനത്തിലൂടെ കത്തോലിക്ക സഭയിലെ യേശു മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപപരിഹാരത്തിനായി മരിച്ച ബൈബിളിലെ യേശുവല്ല എന്നും അത് മറ്റൊരു യേശുവാണ് എന്നും അവർ വരുത്തി തീർക്കുന്നു. കാരണം മറിയത്തിന് പാപമില്ല എങ്കിൽ മറിയത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ലല്ലോ യേശു ജനിച്ചത്, മരിച്ചത്. അപ്പോൾ മനുഷ്യവർഗത്തിനെ മുഴുവൻ രക്ഷകനല്ല യേശു എന്ന് അവിടെ സ്ഥാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ബൈബിൾ പ്രകാരം യഥാർത്ഥ മറിയം യേശുവിനെ തൻ്റെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ച് പാപിയാണ് എന്ന് സ്വയം സമ്മതിച്ചതായി നാം കാണുന്നു. മറിയം പാപമില്ലാതെ ഉത്ഭവിച്ചുവെന്നും ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെന്നുമൊക്കെയുള്ള വിശ്വാസം സത്യവിരുദ്ധമാണ്. കാരണം താനൊരു പാപിയാണെന്നും തനിക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും രക്ഷകനായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കേണ്ടത് തനിക്ക് ആവശ്യമാണെന്നും മറിയം സ്വയം അംഗീകരിച്ചു. മറിയത്തിന് രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ആവശ്യമായിരുന്നു. യഥാർത്ഥ മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അപ്പോൾ മറിയത്തിന് രക്ഷകനാണ് ദൈവം. ക്രിസ്തു യേശു മറിയത്തിൻ്റെ രക്ഷകനാണ്. അപ്പോൾ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അപ്പം മറിയത്തെ സ്വയം മറിയം ഒരു ദാസിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം ഇത് കാണുന്നു. ദൈവം തൻ്റെയും രക്ഷകനാണെന്നും തനിക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ടെന്നും അതിന് കാരണം മനുഷ്യവർഗത്തിലെ മറ്റെല്ലാവരെയും പോലെ താനും പാപിയാണ് എന്നും മറിയം സമ്മതിക്കുന്നു. തനിക്കൊരു രക്ഷകനെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് താനൊരു പാപിയാണെന്ന് മറിയം സ്വയം അംഗീകരിച്ചതിൻ്റെ തെളിവാണ്. കാരണം ഒരു പാപിക്കല്ലേ രക്ഷകനെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ ആ മറിയം പാപിയല്ല എന്നും മറിയത്തിന് രക്ഷകനെ ആവശ്യമില്ല എന്നും മറിയത്തിന് പാപമില്ല എന്നുമൊക്കെയുള്ള അമലോത്ഭവ സിദ്ധാന്തം തെറ്റാണ് എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമല്ലേ. യഥാർത്ഥ മറിയം പാപപരിഹാര ബലി അർപ്പിച്ച് സ്വയം പാപിയാണ് എന്ന് സമ്മതിച്ചു എന്ന് നാം ബൈബിളിൽ കാണുന്നു. അപ്പോൾ ലേവ്യ പുസ്തകം 12-ാം അധ്യായവും ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ മറിയവും ജോസഫും ഒക്കെ അവിടെ ദേവാലയത്തിൽ ചെന്ന് ബലിയർപ്പിക്കുന്നതുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ അത് മറിയത്തിൻ്റെ പാപത്തെ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യ സംഭവമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെ നാം കാണുന്നത് കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ, ശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി 1 വയസ്സുള്ള ഒരു ആട്ടിൻകുട്ടിയെ ദഹനബലിക്കായും ഒരു ചെങ്ങാലിയെയോ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അവൻ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്കു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും. ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം. ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ 2 ചെങ്ങോലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ. ഒന്ന് ദഹനബലിക്കും മറ്റേത് പാപപരിഹാര ബലിക്കും. പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധയാകും. ഇതാണ് നാം ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഈ കാര്യത്തെ പറ്റിയാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാൻ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. കടിഞ്ഞൂൽ പുത്രന്മാരൊക്കെയും കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്നും 1 ജോഡി ചെങ്ങോലികളെയോ
2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണ് അവർ അങ്ങനെ ചെയ്തത്. അപ്പോൾ ദഹനബലി അത് സമർപ്പിക്കുന്ന ആൾ ദൈവത്തിൻ്റെ തിരുമനസ്സിന് പൂർണ്ണമായി കീഴ്വഴങ്ങുന്നതിനെയും പാപപരിഹാര ബലി അത് സമർപ്പിക്കുന്ന ആൾ താൻ പാപിയാണ് എന്ന് സ്വയം അംഗീകരിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഇങ്ങനെ മോശയുടെ നിയമമനുസരിച്ചുള്ള ശുദ്ധീകരണത്തിന് മറിയം പാപപരിഹാര ബലി അർപ്പിച്ചതായി നാം കാണുന്നു. ഇതിൽ നിന്നും ദൈവവും മറിയത്തിന് പാപമുണ്ടായിരുന്നു എന്ന് അംഗീകരിച്ചതായി ബൈബിൾ പ്രകാരം വ്യക്തമാകുന്നു. ഈ അടിസ്ഥാന കാര്യം പോലും മനസ്സിലാക്കാത്തവരാണ് മറിയത്തിന് പാപമില്ല എന്നും പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് മറിയത്തെ പാപമില്ലാത്തവളായി ചിത്രീകരിക്കുന്നത് ദൈവവചന വിരുദ്ധമാണ്, ദൈവദൂഷണമാണ്, സത്യവിരുദ്ധമാണ്, മറിയ ദൂഷണമാണ്. മറിയത്തിൻ്റെ ചിന്താഗതിക്ക് പോലും വിരുദ്ധമാണത്. അപ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. മനുഷ്യർ പറയുന്നതിനെല്ലാം ചെവി കൊടുക്കരുത് എന്നാണ് സഭാപ്രസംഗം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതുമാത്രവുമല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് നാം അവിടെ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ മൂലം പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപരിച്ചു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നാം ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയുമില്ല. അപ്പോൾ ഈ വചനഭാഗമൊക്കെ പരിഗണിക്കാതെ എന്തൊക്കെയോ ഉപദേശ സത്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകളെ വഴിതെറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. മറിയം അമലോത്ഭവയാണ് എന്ന് പറയുന്നവർ ആത്മവഞ്ചന ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരിൽ സത്യമില്ല. അവർ ദൈവത്തെ വ്യാജം പറയുന്നവനാക്കുന്നു. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് സങ്കീർത്തനത്തിൽ 51-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്നുള്ള പ്രസ്താവനയിലൂടെ ഈ അവസ്ഥ അമ്മയിൽ നിന്ന് ജനിക്കുന്ന എല്ലാ മനുഷ്യർക്കും ബാധകമാണെന്ന് വ്യക്തമാകുന്നു. തൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, സ്വഭാവത്തിൽ പോലും താൻ പാപിയാണ് എന്ന് ദാവീദ് സമ്മതിക്കുന്നു. തൻ്റെ പാപം നിറഞ്ഞ പ്രവർത്തനങ്ങൾ തന്നിലുള്ള ആഴമായ തിന്മ സ്വഭാവത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് എന്ന് ദാവീദ് മനസ്സിലാക്കുന്നുണ്ട്. പാപം ജന്മസഹജവും എല്ലാ മനുഷ്യർക്കുമുള്ളതുമായ സ്വഭാവമായി തീർന്നിരിക്കുന്നു. പാപത്തോടെ ഉരുവാക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യർക്ക് തങ്ങളുടെ അടിസ്ഥാനപരമായ പാപ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ കൂടാതെ നമ്മുടെ പാപത്തിന് ഒരു പരിഹാരവുമില്ല. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ നാം ഒരു പുതിയ സൃഷ്ടിയാകണം. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല എന്നാണ് പറയുന്നത്. അതിനാൽ ആഴമായ പാപബോധം നിരാശയല്ല, പ്രതീക്ഷയാണ് നൽകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നാം പാപികളാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകൂ. പാപം നിറഞ്ഞ മനുഷ്യവർഗത്തിന് സ്വയമേ പാപമില്ലാത്ത മനുഷ്യർക്ക് ജന്മം നൽകുവാൻ കഴിയുകയില്ല. അതിനാൽ മറിയത്തിന് പാപമില്ലായിരുന്നു എന്ന് പറയുന്നത് സത്യവിരുദ്ധവും ദൈവവചന വിരുദ്ധവുമാണ്. എല്ലാ മനുഷ്യരും പാപികളാണ് എന്നിരിക്കെ മറിയത്തിന് പാപമുണ്ട് എന്ന് സമ്മതിക്കുന്നതിൽ എന്താണ് പ്രശ്നം? മറിയം പാപിയായിരുന്നു എന്നുള്ളത് കൊണ്ട് മറിയത്തിലൂടെ ജനിച്ച യേശുവിന് പാപമുണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെയാണ് യേശു കുരിശിൽ കിടന്ന് ലോകത്തിൻ്റെ മുഴുവൻ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചിട്ടും യേശുവിൽ പാപം ഉണ്ടാകാതിരുന്നത്. അതിനാൽ മറിയത്തിൻ്റെ പാപ സ്വഭാവം യേശുവിൻ്റെ പരിശുദ്ധിയെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. അതായത് ലോകത്തിൻ്റെ മുഴുവൻ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചവനാണ് യേശു, എന്നിട്ടും യേശു പാപിയായി തീർന്നില്ല.
അപ്പോൾ പാപമുള്ള മറിയത്തിൻ്റെ ഉദരത്തിൽ നിന്നും യേശു ജനിച്ചു എന്ന് വിചാരിച്ച് യേശുവിന് പാപമുണ്ടാകത്തില്ല. യാഥാർത്ഥ്യം ഇങ്ങനെയിരിക്കെ മറിയത്തെ പാപമില്ലാത്തവളെന്ന് ദൈവവചന വിരുദ്ധമായി ചിത്രീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത് മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കാനുള്ള സാത്താൻ്റെ ശ്രമത്തിൻ്റെ ഫലമാണ്. ആദ്യ പാപം ആദാമിൻ്റേത്. അതുമാത്രവുമല്ല, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാപ സ്വഭാവം പകരപ്പെടുന്നത് പുരുഷനിലൂടെയാണ്. സ്ത്രീയുടെ സന്തതിയായ യേശുവിന് പാപമില്ല. പാപം മറിയത്തിലൂടെ യേശുവിലേക്ക് പകരപ്പെടുന്നില്ല. മനുഷ്യവർഗത്തിൽ ആദ്യ പാപം ചെയ്തത് ആദാമാണ്, ഹവ്വായല്ല. ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ചത് ആദാമിനായിരുന്നു. ആദാം കൽപ്പന ലംഘിച്ചതാണ് പാപമായി ദൈവം കണക്കാക്കിയത്. ആദാം പഴം തിന്നപ്പോഴാണ് ഇരുവരുടെയും കണ്ണ് തുറന്നത്. ഹവ്വ പഴം തിന്നതിന് ശേഷം അവൾ കൊടുത്ത പഴം ആദാം തിന്നില്ലായിരുന്നുവെങ്കിൽ മനുഷ്യവർഗം വീഴുമായിരുന്നില്ല, പാപം ചെയ്യുമായിരുന്നില്ല. അപ്പോൾ പുരുഷനിലൂടെയാണ്, പിതാവിലൂടെയാണ് പാപ സ്വഭാവം പകരപ്പെടുന്നത് എന്ന വസ്തുതയെ അട്ടിമറിക്കുന്ന ചിന്തയാണ് ഹവ്വായാണ് ആദ്യ പാപം ചെയ്തത് എന്നത്. സ്ത്രീയാണ് ആദ്യം പാപം ചെയ്തത് എങ്കിൽ പാപം മനുഷ്യവർഗത്തിലേക്ക് പടർന്നത് സ്ത്രീയിലൂടെയാണ് എന്ന് വരും. അതായത് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന എല്ലാവർക്കും പാപ സ്വഭാവം ഉണ്ടായിരിക്കും എന്ന് വരും. ഇത്തരം ചിന്ത വികസിപ്പിച്ചാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച യേശുവിന് പാപമില്ലാതിരിക്കുക സാധ്യമല്ല എന്ന് വാദിക്കാനും കഴിയും. യേശുവിന് പാപ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ അവരുടെ പാപത്തിൽ മരിച്ചവരായി തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ തരത്തിലുള്ള വാദങ്ങളെല്ലാം തെറ്റാണ്, ദൈവവചന വിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പാപമില്ലാത്ത വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ഭൂമിയിൽ പാപമില്ലാതെ ജീവിച്ച ഒരേ ഒരു വ്യക്തിയായി ബൈബിൾ അംഗീകരിക്കുന്നത് യേശുവിനെ മാത്രമാണ്. യേശു ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് ബൈബിൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. യേശു ക്രിസ്തു ഒഴികെ ബാക്കി എല്ലാ മനുഷ്യരും പാപം ചെയ്തു. ഈ വസ്തുത ആദത്തിൻ്റെ പാപത്തോട് ബന്ധപ്പെടുത്തിയാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. ആദത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം ആദത്തിൻ്റെ പാപത്തിൽ പങ്കാളികളാകുന്നു. ഇതിന് ഉത്ഭവ പാപം എന്ന് പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നത് കൊണ്ടും പാപം ചെയ്തിട്ടില്ല എന്ന ബൈബിളിൻ്റെ സാക്ഷ്യം യേശുവിന് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടും മറിയത്തിന് പാപമില്ലായിരുന്നു എന്ന ചിന്ത, എന്ന വിശ്വാസം സത്യവിരുദ്ധമാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് മറിയത്തെ സത്യവിരുദ്ധമായി പാപമില്ലാത്തവളായി അംഗീകരിക്കുമ്പോൾ പാപമില്ലാത്ത ഏകയാൾ എന്ന യേശുവിന് മാത്രമുള്ള പദവിയിലേക്ക് സൃഷ്ടിയായ മറിയത്തെ ഉയർത്തുകയും ദൈവദൂഷണം പറയുകയും ചെയ്യുന്നു. അങ്ങനെ യേശുവിനെ അവഹേളിക്കുന്നു. ഒരു വ്യക്തിയെപ്പറ്റി യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ, നല്ലതോ മോശമോ ആകട്ടെ, അത് ആ വ്യക്തിക്ക് ആക്ഷേപകരമാണ്. മറിയത്തെപ്പറ്റി മറിയത്തിനില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥ മറിയത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിയമത്തിലൂടെ അല്ലാത്ത ദൈവനീതി ഇപ്പോൾ എല്ലാവരും യേശുക്രിസ്തുവിലൂടെ നേടേണ്ടിയിരിക്കുന്നു. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവത്തിൻ്റെ നീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത്. എല്ലാവരും ദൈവകൽപ്പനയെ ലംഘിച്ച് പാപം ചെയ്തു. അങ്ങനെ എല്ലാ മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാൽ അവർക്ക് സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് രക്ഷയ്ക്ക് യോഗ്യരാകുവാൻ കഴിയുകയില്ല. എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് ദൈവനീതി നിയമത്തിലൂടെ നേടുവാൻ കഴിയുകയില്ല. പാപം മൂലം മനുഷ്യർ ദൈവത്തിൻ്റെ പരിശുദ്ധിയും അംഗീകാരവും ലഭിക്കാവുന്ന നിലവാരത്തിൽ നിന്ന് താഴെപ്പോയി. അതുകൊണ്ട് നിയമത്തിലൂടെ അല്ലാത്ത ദൈവനീതി ഇപ്പോൾ എല്ലാവരും നേടേണ്ടിയിരിക്കുന്നു. അതായത് തങ്ങളുടേതല്ലാത്ത യോഗ്യത വഴിയായി ദൈവത്തിൻ്റെ നീതി ഇപ്പോൾ എല്ലാവരും യേശുക്രിസ്തു മുഖാന്തരമായി യേശുക്രിസ്തുവിലൂടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് രക്ഷയ്ക്കായിട്ടുള്ള നിബന്ധന. അതുകൊണ്ട് മറിയത്തെ ഉപയോഗിച്ച്, മറിയമെന്ന ഒരു ബിംബത്തെ ഉപയോഗിച്ച്
സാത്താൻ ഒരുക്കുന്ന കെണിയിൽ വീണ് കുടുങ്ങിക്കിടക്കുകയാണ് കത്തോലിക്ക വിശ്വാസികൾ. ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ മറിയത്തിനുണ്ട് എന്ന് പരസ്യപ്പെടുത്തി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം മറിയത്തെ കൃത്രിമമായി ആരാധനയ്ക്ക് യോഗ്യയായി തീർക്കുന്നതിനും അങ്ങനെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ജനങ്ങൾ മറിയത്തെ ആരാധിക്കേണ്ടതിനും അങ്ങനെ അവരെ വിഗ്രഹാരാധകരാക്കി തീർത്ത് ജനങ്ങളെ വിഗ്രഹാരാധകരാക്കി തീർത്ത് നിത്യനരകത്തിലെത്തിച്ച് നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള സാത്താൻ്റെ വലിയൊരു കെണിയാണ്. ഇത് തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിൽ വാസ്തവമായി വിശ്വസിച്ച് അനുസരിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. റോമൻ കത്തോലിക്ക സഭയിൽ പരിശുദ്ധിയുടെ മാതൃകയും ഉറവിടവും മറിയമാണ് എന്ന് റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന് ആരംഭിക്കുന്ന റോമാ മതക്കാരുടെ പ്രാർത്ഥനയിൽ മറിയത്തെ പരിശുദ്ധ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. യഥാർത്ഥ മറിയം, ചരിത്രത്തിലെ മറിയം പരിശുദ്ധിയുടെ ഉറവിടമല്ല എന്ന് നാം മനസ്സിലാക്കണം. ചരിത്രത്തിലെ മറിയം പരിശുദ്ധയാണെന്നോ പരിശുദ്ധിയുടെ മാതൃകയും ഉറവിടവുമാണെന്നോ ബൈബിളിൽ ഒരിടത്തും കാണുന്നില്ല. പരിശുദ്ധൻ എന്ന വിശേഷണം ദൈവത്തിന് മാത്രമുള്ളതാണ് എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. നാം മറിയത്തിനെതിരായി പാപം ചെയ്യുന്നു എന്ന അഭിപ്രായം പലരും കേട്ടിട്ടുണ്ടാവും. എങ്കിൽ മനസ്സിലാക്കുക, നാം മറിയത്തിനെതിരായിട്ടല്ല പാപം ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിനെതിരായിട്ടാണ്. നാം വിശുദ്ധരായി ജീവിക്കേണ്ടതിൻ്റെ കാരണം നമ്മെ വിളിച്ചവനായ ദൈവം പരിശുദ്ധനായതുകൊണ്ടാണ് എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അത് 1 യോഹന്നാൻ്റെ ലേഖനത്തിലും ലേവ്യ പുസ്തകത്തിലുമെല്ലാം ദൈവം പരിശുദ്ധനാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതിപരിശുദ്ധനായ ദൈവത്തെയാണ് നമ്മുടെ വിശുദ്ധിയുടെ മാതൃകയാക്കേണ്ടത് എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് റോമൻ കത്തോലിക്ക സഭ ദൈവവചന വിരുദ്ധമായിട്ട് പരിശുദ്ധിയുടെ മാതൃക എന്ന ഉന്നത സ്ഥാനവും മഹത്വവും സ്വയം പാപിയെന്ന് അംഗീകരിച്ച വെറും ഒരു മനുഷ്യനായ മറിയത്തിന് കൊടുക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. ഇത് സൃഷ്ടാവ് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കാതിരിക്കാനും സൃഷ്ടി അർഹിക്കാത്ത സ്ഥാനം കൊടുക്കാനുമുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്, ശത്രുവിൻ്റെ ശ്രമമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് വിഗ്രഹാരാധനയും മന്ത്രവാദവുമാണ്. ഇത് ദൈവഹിതത്തിന് തികച്ചും വിരുദ്ധമായ കാര്യമാണ്. കാരണം എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല എന്ന് ബൈബിളിൽ ദൈവം പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ ദൈവം പറയുന്നു, എൻ്റെ മഹത്വം ഞാൻ ആർക്കും കൊടുക്കുകയില്ല. പരിശുദ്ധൻ എന്ന് അവകാശപ്പെടുന്നവരെല്ലാം സ്വയം തങ്ങളെ തന്നെ ദൈവതുല്യരാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല. അവൻ മാത്രമാണ് പരിശുദ്ധിയുടെ ഉറവിടം. നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന സാത്താൻ്റെ വാഗ്ദാനത്തിൽ സന്തോഷിക്കുകയും അത് അനുസരിച്ച് സാത്താൻ്റെ ദൈവവിരുദ്ധമായ പദ്ധതിയിൽ പങ്കാളികളാവുകയും ചെയ്യുന്നവരാണ് ഇത്തരക്കാർ എന്ന് നാം മനസ്സിലാക്കണം. റോമൻ കത്തോലിക്ക സഭ മറിയത്തിന് വക്താവ്, സഹായി, ഉപകാരി, മധ്യസ്ഥ എന്നീ പദവികൾ നൽകുന്നതായി നാം കാണുന്നു. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള ഏക മധ്യസ്ഥൻ എന്ന യേശുവിൻ്റെ സ്ഥാനം വളരെ തന്ത്രപരമായി അപഹരിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇത്തരം പദവികൾ മറിയത്തിന് നൽകുന്നത് തികച്ചും സത്യവിരുദ്ധവും ബൈബിൾ വിരുദ്ധവുമാണ്. യേശുക്രിസ്തുവിന് മാത്രമുള്ള ഇത്തരം പദവികൾ മറിയത്തിന് നൽകി റോമാസഭ ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിനെ തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വക്താവ്, അഭിഭാഷകൻ യേശുക്രിസ്തു മാത്രമാണ്.
വക്താവ്, മധ്യസ്ഥൻ എന്നീ പദവികൾ വഹിക്കുന്ന വ്യക്തിയുടെ ചുമതല അന്യർക്കു വേണ്ടി വാദിക്കുക എന്നതാണ്. എന്നാൽ വിശ്വാസികൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വാദിക്കുക എന്ന മഹനീയ പദവിയിലേക്ക് ദൈവം ഉയർത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ മാത്രമാണ് എന്ന് ബൈബിളിൽ പുതിയ നിയമത്തിൽ അനേക ഇടങ്ങളിൽ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥൻ എന്ന പദവി ബൈബിൾ യേശുവിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ സഹായി യേശു മാത്രമാണ് എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. വിശ്വാസികൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ വാദിക്കുക എന്ന മഹനീയമായ പദവി ബൈബിൾ ഒരിക്കലും മറിയത്തിന് കൊടുക്കുന്നില്ല. ഉപകാരി എന്ന വിശേഷണം ബൈബിൾ ആർക്കും കൊടുക്കുന്നില്ല. എന്നാൽ യേശുവിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥ എന്ന പദവി റോമാമതം മറിയത്തിന് നൽകിയിരിക്കുന്നു. മറിയത്തിൻ്റെ ഇടപെടൽ കൂടാതെ ഒരു കാര്യവും നടക്കില്ല എന്ന സ്ഥിതിയാണ് റോമൻ കത്തോലിക്ക വിശ്വാസികൾക്ക്. മറിയത്തിനും മനുഷ്യർക്കുമിടയിൽ അനേകം മധ്യസ്ഥരെയും അവർ തിരുകി കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ യേശുവിലേക്ക് കടന്നു വരുന്നതിന് റോമാമതം ജനങ്ങൾക്ക് അനേകം പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. വിശുദ്ധരോടുള്ള ഭക്തി എത്ര കൂടുന്നുവോ അതനുസരിച്ച് ഓരോ ഭക്തനും യേശുവിൽ നിന്ന് അകന്ന് പോകുന്നതായിരിക്കും. ഇവിടെയെല്ലാം അടിസ്ഥാനപരമായി നാം കാണുന്ന കാര്യം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ചില മനുഷ്യരെ ദൈവത്തെ പോലെ ഉയർത്തുവാനുള്ള ഒരു ശ്രമമാണ്. അത് ശത്രുവിൻ്റെ ഒരു തന്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇത്തരുണത്തിൽ ഡിവൈൻ വോയിസിൽ മാർ ലോറൻസ് മുക്കുഴി ബിഷപ്പ് 2002 ഡിസംബറിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവം മറിയത്തെ നമുക്ക് മധ്യസ്ഥയായി നൽകി. മറിയം മധ്യസ്ഥ എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം, യേശു മാത്രമല്ലേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥനായുള്ളൂ? മറിയത്തിൻ്റെ മധ്യസ്ഥം സ്വീകരിക്കേണ്ടതുണ്ടോ? നമുക്ക് സംശയം വേണ്ട. നമ്മുടെ മനസാക്ഷി ശുദ്ധവും വിശ്വാസം സ്പഷ്ടവുമായിരിക്കണം. മറിയം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം രക്ഷാകര പദ്ധതിയിൽ സഹായകയായതാണ്. തൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരിയാകാൻ മറിയത്തെ ദൈവം നിശ്ചയിച്ചതാണ്. ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് മറിയത്തെ അമ്മയായി സ്വീകരിക്കാം. മറിയം നമുക്ക് മാതൃകയും സഹായകയുമാണ്. തൻ്റെ അമ്മയുടെ സഹചർക്കായുള്ള സമർപ്പണം ലോകത്തോട് പറയുന്നത് കുരിശിൽ കിടക്കുന്ന യേശുവാണ്. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. സഭ ഇത് അംഗീകരിച്ച് ഏറ്റുപറയുന്നു. പരിശുദ്ധ മറിയം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ അമ്മയാണ്. അവൾ തൻ്റെ മക്കളുടെ പാപപരിഹാരാർത്ഥം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അദ്ദേഹം പറയുന്നത് അവൾ തൻ്റെ മക്കളുടെ പാപപരിഹാരാർത്ഥം തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിനായി മുറിക്കപ്പെട്ടുകൊണ്ട് ശരീരത്തിലും ക്രിസ്തുവിനോടുകൂടെ കുരിശിൻ്റെ പാത സഞ്ചരിച്ച് സഹിച്ചുകൊണ്ട് മനസ്സിലും അവൾ ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം അനുഷ്ഠിച്ചു. നോക്കുക, മറിയം ജനങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരം അനുഷ്ഠിച്ചുവെന്ന് അദ്ദേഹം പറയുകയാണ്. വത്തിക്കാൻ സൂനഹദോസ് പഠിപ്പിക്കുന്നു, പരിശുദ്ധ മറിയം പാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും മുക്തയായിരുന്നു, വരപ്രസാദ പൂർണ്ണയായിരുന്നു. അവൾ വിശ്വാസത്തോടും അനുസരണയോടും കൂടി രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണമായി സഹകരിച്ചു. ക്രിസ്തുവിൻ്റെ സഹനത്തോടും ബലിയോടും അവൾ സ്വയം പങ്കുചേർന്നു. ഇങ്ങനെ സകല ജനത്തിൻ്റെയും പാപപരിഹാരാർത്ഥം സമർപ്പിച്ച മറിയം സഹരക്ഷകയായിത്തീരുന്നു. തിന്മയ്ക്കുമേൽ അവൾ വിജയം കൈവരിക്കുമെന്നത് പ്രവചനമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ പറയുന്നത്, പരിശുദ്ധ മറിയം സർപ്പത്തിൻ്റെ തല തകർത്ത് മനുഷ്യൻ്റെ തല ഉയർത്തുവാൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് നാം ശ്രദ്ധിക്കണം, അവിടെ ക്രിസ്തു ആണ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്. ഇവർ കത്തോലിക്കാ സഭ പറയുന്നുണ്ട്, പരിശുദ്ധ മറിയം സർപ്പത്തിൻ്റെ തല തകർത്ത് മനുഷ്യൻ്റെ തല ഉയർത്തുവാൻ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മറിയത്തെ ഈ കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെടുത്തി മഹത്വവൽക്കരിക്കുന്ന, വചനവിരുദ്ധമായി മഹത്വവൽക്കരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിക്കുന്നത്. വീണ്ടും പറയുന്നു, പാപപരിഹാരമായി മാറിയ
മറിയത്തെ കണ്ടോ, പാപപരിഹാരമായി മാറിയ മറിയത്തെ സഭ ജീവിക്കുന്നവരുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുക. പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവ് അവളെ സകലത്തിൻ്റെയും രാജ്ഞിയായി മഹത്വീകരിച്ചു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രസ്താവിക്കുന്നു, ദൈവജനനിയായ പരിശുദ്ധ കന്യകാ മറിയം സകല വിശുദ്ധരെയേക്കാൾ കൂടുതൽ ആദരപൂർവ്വം വണങ്ങപ്പെടേണ്ടിയിരിക്കുന്നു. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനോട് അവർക്കുള്ളത്ര അപഗാഢമായ ബന്ധം മറ്റാർക്കുമില്ല. ദൈവത്തിൻ്റെ തിരുസുതൻ്റെ പക്കലും അതുവഴി ദൈവപിതാവിൻ്റെ പക്കലും അവൾക്കുള്ളതിലുപരി മധ്യസ്ഥ ശക്തി മറ്റാർക്കുമില്ല. വരപ്രസാദപൂർണയാകയാൽ സകല സ്വർഗവാസികളെയും കാൾ കൂടുതൽ മഹത്വം അവൾക്കുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് മറിയത്തെ കത്തോലിക്കാ സഭ മഹത്വവൽക്കരിക്കുന്നത്. അപ്പോൾ യേശുവിനും ദൈവത്തിനും ഒക്കെ ഇടയിൽ വിശ്വാസികൾക്ക് മധ്യേ വരുന്ന ഒരു മധ്യസ്ഥ എന്നുള്ള നിലയിൽ മറിയത്തെ അവർ മഹത്വവൽക്കരിച്ച് വചനത്തിൽ പറയുന്നതിനേക്കാൾ അധികമായി വലുതാക്കി വിശ്വാസികളുടെ മനസ്സിൽ തിരുകി കയറ്റി ദൈവത്തോടുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നാം ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റവറൻ ഡോക്ടർ ജോസഫ് എറമ്പിൽ VC ഡിവൈൻ വോയിസിൽ 2002 ഡിസംബർ ലക്കത്തിൽ പറയുന്നു, പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തി ഒരേ സമയം ദാനവും അവളുടെ അവകാശവുമാണ്. നിത്യസഹായ മാതാവിൻ്റെ ചിത്രത്തിലൂടെ ഉണ്ണിയേശു തന്നെ അമ്മ എങ്ങനെ പരിപാലിക്കും, ശ്രദ്ധിക്കും, അഭയം തരും എന്ന് വെളിവാക്കുന്നുണ്ട്. ആ ചിത്രത്തെപ്പറ്റി പറയുന്ന കഥയാണിത്. ഒരിക്കൽ ഉണ്ണിയേശു ഉദ്യാനത്തിലൂടെ കളിക്കുകയായിരുന്നു. അപ്പോൾ 2 പേർ മാലാഖമാർ അവിടെ കടന്നു വന്നു. ഒരാൾ കുരിശും ആണിയും മറ്റേയാൾ കുന്തവും നീർപ്പഞ്ഞിയും ഞാങ്ങണയും വഹിച്ചിരുന്നു. ഇത് കണ്ട് ഉണ്ണി ഭയന്നു. വേഗം അമ്മയുടെ പക്കലേക്ക് ഓടി. അതിനിടെ ഒരു ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയി. ഉണ്ണിയേശു അമ്മയുടെ വലതുകരത്തിൽ തൻ്റെ 2 കരങ്ങളും മുറുകെ പിടിച്ചു. അപ്പോഴേക്കും അമ്മ കുഞ്ഞിനെ തൻ്റെ കരവലയത്തിൽ ഒതുക്കി മാറോട് ചേർത്ത് വെച്ചു. പരിശുദ്ധ അമ്മയിലേക്ക് ഓടുന്നവർ തട്ടി വീഴില്ല, മറിച്ച് അവളുടെ ഇടനെഞ്ചിൽ ഭദ്രമായിരിക്കും. അവൾ തന്നെ വിളിക്കുന്നവരുടെ സ്വരം കേട്ട് അവരുടെ അരികിൽ ഓടിയണയും, വാരിപ്പുണരും, മാറോട് ചേർക്കും, അവസാനം യേശുവിൽ എത്തിക്കും. നമ്മുടെ നാഥ ഭക്തിയുടെ മഹാത്മയവും നീതീകരണവും അത് അവളുടെ പുത്രനായ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. മറിയത്തെ എത്രയധികം നാം സ്നേഹിക്കുന്നുവോ അത്രയധികം ഈശോയെ നാം സ്നേഹിക്കുന്നു. മറിയം മനുഷ്യൻ്റെ പക്കലേക്കുള്ള ദൈവത്തിൻ്റെ വഴിയായിരിക്കുന്നത് പോലെ അവൾ ദൈവത്തിൻ്റെ പക്കലേക്കുള്ള മനുഷ്യൻ്റെ വഴിയുമാകുന്നു. അപ്പോൾ ഇവിടെ യേശുവിന് പകരം മറിയത്തെ വഴിയാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് പറഞ്ഞ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് മറിയത്തെ വഴിയും സത്യവുമൊക്കെ ആക്കുന്ന ഒരു രീതിയാണ് നാം ഇവിടെ കാണുന്നത് ഇത്രയും കഥകളിലൂടെ. വീണ്ടും അദ്ദേഹം തുടരുന്നു, മറിയത്തോടുള്ള നമ്മുടെ ഭക്തി മുഴുവനും ദൈവത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ദൈവത്തോട് നമ്മൾ അടുക്കണമെങ്കിൽ മറിയത്തിലൂടെയേ പറ്റുന്നുള്ളൂ എന്നാണ്. അതിനാൽ അത് ഒരിക്കലും നമ്മെ വഴിതെറ്റിക്കില്ല. വാസ്തവത്തിൽ അവിടെ തന്നെ നമ്മൾ വഴിതെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. യേശുവിനെ വിട്ട് വേറൊരു മധ്യസ്ഥം സ്വീകരിക്കുന്നതിൽ നമ്മൾ വഴിതെറ്റിക്കിടക്കുകയാണ്. പക്ഷേ വഴിതെറ്റിക്കില്ല എന്ന് പറയുക. പരിശുദ്ധ മറിയം അവളുടെ എല്ലാ മക്കളെയും അവർ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും പിതാവിൻ്റെ പക്കലേക്കുള്ള പാതയിൽ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സഹായിക്കുന്നു. അങ്ങനെ വളരെ വികാരപരമായിട്ടുള്ള അനേകം കഥകളാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതിലൂടെ ആളുകളെ വൈകാരികമായി മറിയം എന്നുള്ള ആ ഒരു ബിംബത്തിലേക്ക് അടുപ്പിച്ച് ദൈവത്തിങ്കിലേക്ക് നടത്തുമെന്നുള്ള ഒരു കഥ പറഞ്ഞ് വചനവിരുദ്ധമായ രീതിയിൽ ആളുകളെ വഴിതെറ്റിക്കുന്ന വളരെ തന്ത്രപരമായൊരു നീക്കമാണ് നാം ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട് യേശുവുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൂടാ? ഇങ്ങനെ ഇത്തരം എത്രയോ കഥകളെയും ഊഹങ്ങളെയും വിശ്വാസമാക്കി മാറ്റുന്ന തെറ്റുകളാണ് ഇവർ കത്തോലിക്കാ സഭയിൽ ചെയ്യുന്നത്. കഥകളല്ലേ, വെറും അനുമാനങ്ങളല്ലേ, അടിസ്ഥാനമില്ലാത്ത ഊഹങ്ങളല്ലേ ഇതെല്ലാം.
എല്ലാവരും ദൈവവചനത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ക്രൈസ്തവ വിശ്വാസി തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഓരോ അടിസ്ഥാന കാര്യങ്ങളും തീരുമാനിക്കുവാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കഥകൾ, കെട്ടുകഥകൾ ഒന്നും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നിങ്ങൾ തെറ്റ്, ശരി, സത്യമായ വിശ്വാസം, അസത്യങ്ങൾ എന്നിവയെല്ലാം തീരുമാനിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. മറിയത്തെ വണങ്ങുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതി കൊന്ത ചൊല്ലുക എന്നതാണ്. റോമൻ കത്തോലിക്ക സഭ കൊന്ത ചൊല്ലുന്നവർക്ക് ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൊന്ത പ്രചരണം ആരംഭിച്ചത് ബൈബിൾ എഴുതപ്പെട്ടിട്ട് ഏതാണ്ട് 1200 വർഷങ്ങൾക്ക് ശേഷമാണ്. മറിയം ഡൊമിനിക്കിൻ്റെ അടുത്തു ചെന്ന് തന്നോടുള്ള ഭക്തി പ്രചരിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു എന്നാണ് കഥകൾ. കൊന്ത നമസ്കാരം അഥവാ ജപമാല ചൊല്ലുന്നതാണ് കുടുംബ പ്രാർത്ഥന എന്നാണ് ഇന്ന് പലരുടെയും ധാരണ. നിശ്ചിത തവണ കൊന്ത ചൊല്ലി ഒരേ പ്രാർത്ഥന ഉരുവിട്ടാൽ പ്രത്യേക ആത്മീയ ആനുകൂല്യങ്ങൾ, അതായത് ദണ്ഡവിമോചനം ലഭിക്കും എന്ന ദൈവവചന വിരുദ്ധമായ വിശ്വാസമാണ് ഇത്തരം ചിന്തകളുടെ എല്ലാം പിന്നിൽ. ദൈവവചനത്തിൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ബൈബിൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഇതൊക്കെ ചെയ്യുന്നവർ വാസ്തവത്തിൽ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ബൈബിൾ മറിച്ചു നോക്കുവാൻ പോലും മടി കാണിക്കുന്നവരാണ്. ഇത്തരം ഭക്താഭ്യാസങ്ങളിൽ വാസ്തവത്തിൽ അവരെ തളച്ചിട്ടിരിക്കുകയാണ്. മറ്റൊന്നിനും അവർക്ക് സമയം കിട്ടുന്നില്ല. വാസ്തവത്തിൽ ജപമാലയുടെ ഉള്ളടക്കം ദൈവവചന വിരുദ്ധമാണ് എന്ന് നാം അത് പരിശോധിച്ചാൽ മനസ്സിലാകും. ജപമാലയിലെ അനേകം പ്രാർത്ഥനകൾ സത്യവിരുദ്ധമാണെന്ന് വിവേകമതികൾക്ക് പ്രഥമദൃഷ്ട്യാ മനസ്സിലാക്കാം. മറിയത്തെ തമ്പുരാൻ്റെ അമ്മ എന്ന് വചനവിരുദ്ധമായി അഭിസംബോധന ചെയ്യുകയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് മറിയത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം പാപികളാണെന്ന് ഏറ്റുപറയേണ്ടത് യഥാർത്ഥത്തിൽ മറിയത്തോടല്ല, യേശുവിനോടാണ്. മറിയത്തെ സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, സ്വർണാലയമേ, ഉഷകാല നക്ഷത്രമേ, സമാധാനത്തിൻ്റെ രാജ്ഞി, ശ്ലീഹന്മാരുടെ രാജ്ഞി, മാലാഹാമാരുടെ രാജ്ഞി, സ്വർഗത്തിൻ്റെ വാതിലെ, വാഗ്ദാനത്തിൻ്റെ പേടകമേ എന്നിങ്ങനെ പല അപദാനങ്ങളാൽ വർണ്ണിച്ച് സ്തുതിക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ സ്തുതിക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് ബൈബിളിൽ, പ്രത്യേകിച്ച് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യേശുവിനെ 3 ദിവസം വിട്ടു നിന്നിട്ടും യേശു കൂടെയില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും ബാലനായ യേശു പറഞ്ഞ കാര്യം പോലും മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്ത മറിയത്തെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ ഒരു കളിയാക്കൽ തന്നെയാണ്. യേശുവിൻ്റെ സ്വന്തക്കാർ യേശുവിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുകയും അവനെ പിടിച്ചുകൊണ്ടുപോകുവാൻ പുറപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്നും മറിയത്തിന് യേശുവിനെക്കുറിച്ചുള്ള അറിവ് പോലും വളരെ പരിമിതമായിരുന്നു എന്ന് വ്യക്തമാകുന്നു. വീണ്ടും കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ എന്നുള്ള പ്രസ്താവനയും ദൈവവിരുദ്ധമാണ്, ദൈവവചനത്തിന് ചേരാത്തതാണ്. ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, പാപികളുടെ സങ്കേതമേ, സ്വർലോക രാജ്ഞി എന്നിങ്ങനെ മറിയത്തെ വിശേഷിപ്പിക്കുന്നതും തികച്ചും ദൈവവചന വിരുദ്ധമാണ്. ഇതെല്ലാം അർഹതയില്ലാത്തതും അനാവശ്യവുമായ പ്രശംസകളാണ്, ദൈവദൂഷണമാണ്. നമ്മുടെ ആനന്ദത്തിൻ്റെ കാരണം കർത്താവ് ഈശോ മിശിഹായാണ്. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പരിപൂർണതയുണ്ട്, അങ്ങയുടെ വലത്ത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് എന്നാണ് സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും എന്നും സങ്കീർത്തന പുസ്തകങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് എന്ന് കർത്താവ് പറഞ്ഞു.
നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം കർത്താവാണ്, വേറെ ഒരു വ്യക്തിയുമല്ല. അത് ഡിവൈഡ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ സഹായം, സന്തോഷം മറിയമല്ല, കർത്താവാണ്, യേശുവാണ്, ദൈവപ്രത്യക്ഷതയാണ്, ദൈവപുത്രനാണ് എന്ന് നാം മനസ്സിലാക്കണം. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്നാണ് സങ്കീർത്തനം പറയുന്നത്. പാപികളുടെ സങ്കേതം മറിയമല്ല, യേശുവാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ. ആ യോഹന്നാൻ തന്നെ തൻ്റെ ലേഖനത്തിൽ, 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുന്നു, എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അപ്പോൾ കത്തോലിക്ക സഭയിൽ അതുപോലെയുള്ള സമുദായ സഭകളിൽ അവർ ചെയ്യുന്നത്, കർത്താവ് മാത്രം അർഹിക്കുന്നതും കർത്താവിന് മാത്രം കൊടുക്കേണ്ടതുമായ വിശേഷണങ്ങൾ തട്ടിയെടുത്ത് മറിയത്തിന് കൊടുക്കുന്നു. മറിയത്തെ ഇത്തരം വിശേഷണങ്ങൾ ഉപയോഗിച്ച് അനേക തവണ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ വാസ്തവത്തിൽ പിതാവായ ദൈവത്തെയും യേശുവിനെയും ഓർക്കുന്നത് വളരെ ചുരുക്കമായിട്ട് മാത്രമാണ്. അവിടെ തന്നെ അതിൽ എന്തോ അപാകതയുണ്ട് എന്ന് ചിന്തിക്കുവാനുള്ള സുബോധം, സാമാന്യ ബുദ്ധി ഇവർ കാണിക്കാത്തത് എന്താണ് എന്നാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. വാസ്തവത്തിൽ ചരിത്രത്തിലെ യഥാർത്ഥ മറിയം ജപമാല കണ്ടിട്ടില്ല, ചൊല്ലിയിട്ടില്ല, ചൊല്ലാൻ പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ വിജാതീയരെ പോലെ ഒരേ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കരുത് എന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. കാരണം അത് ദൈവവിരുദ്ധമാണ്. യഥാർത്ഥ മറിയം ജപമാല ചൊല്ലിയിട്ടില്ല, ജപമാല കണ്ടിട്ടില്ല. യഥാർത്ഥ മറിയം ജപമാല ചൊല്ലുവാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. അതിൻ്റെയൊക്കെ തെളിവെന്തായിരിക്കുന്നത്? ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ്. യഥാർത്ഥ മറിയം ജപമാലയുടെ രാജ്ഞിയല്ല. അതിനാൽ നാം സ്വയം വഞ്ചിക്കപ്പെടാതിരിക്കാനും വഞ്ചിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇത്തരം ദൈവവചന വിരുദ്ധമായ ആരാധനാ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന കാരണം സത്യത്തോടുള്ള വെറുപ്പാണ്, സ്നേഹമില്ലായ്മയാണ്. അതിനാൽ ഇത്തരക്കാർക്ക് യേശു കുരിശിൽ നിർവഹിച്ച രക്തബലി മൂലം തങ്ങൾക്ക് എന്തു പ്രയോജനമുണ്ടായി എന്ന് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ളവർ 2 തിന്മകൾ പ്രവർത്തിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രാർത്ഥന കേൾക്കുവാൻ കഴിവുള്ള ദൈവത്തെ ഉപേക്ഷിക്കുകയും പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്തവരുടെ പിന്നാലെ പോയി പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു എന്ന് ജെറമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അതിനാൽ ജപമാലയുടെ രാജ്ഞിയായ മറിയം ബൈബിളിലെ യഥാർത്ഥ മറിയമാണോ, ചരിത്രത്തിലെ യഥാർത്ഥ മറിയമാണോ എന്ന് ബൈബിളിലൂടെ നന്നായി പഠിച്ച് ചിന്തിച്ച് വിവേകം പ്രാപിക്കുവാൻ ഓരോ വിശ്വാസിക്കും കഴിയട്ടെ.